മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അതാണ് ഈ സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പേപ്പർ. കോഡ് CET 201. ഇത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ച ചില പോർഷൻസ്, ചില ബാലപാഠങ്ങൾ നമുക്കിവിടെ വളരെ ആവശ്യമാണ്. ഇതിലെ ഈ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിയറി പാർട്ട് വളരെ കുറച്ചും കൂടുതൽ പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ എക്സ്പ്ലനേഷൻസ് എല്ലാം നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചില ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തിയററ്റിക്കൽ എക്സ്പ്ലനേഷനും ഒന്നോ രണ്ടോ പ്രോബ്ലം ചെയ്യാനുള്ള വഴികളും ഈ ഒരു പ്ലാറ്റ്ഫോം വഴി തരാം. അതിനോടൊപ്പം തന്നെ പ്രോബ്ലം ചെയ്യാനുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ലൈവായിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഏത് സമയത്ത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് വഴി തന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് ആ പോർഷൻസ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലാതെ ഒരു ക്ലാസ് റൂം എക്സ്പ്ലനേഷൻ ടെക്നിക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നില്ല അതിൽ. ഈ ഒരു മെത്തേഡാണ് ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ വിചാരിച്ചത്. പവർ പോയിന്റ് വഴി തിയറി പാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ തരും. ബാക്കി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് ആ സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ ഇമേജ് വാട്സപ്പിൽ അയച്ചു തരാം. അപ്പോൾ തന്നെ ഡൗട്ട് വോയിസ് നോട്ട് ഇടാം. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ 3 പാർട്ടാണ്: സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ്. മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസിൻ്റെ വേറൊരു പേരാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിക്സിലും ഡൈനാമിക്സിലും നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ചിരിക്കുന്നത് ഡിഫറെൻ്റ് എക്സ്റ്റേണൽ ഫോഴ്സസ് എങ്ങനെ ഏതൊക്കെ തരത്തിൽ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ടൻ്റ് എന്താണ്, അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്, ഈ ഫോഴ്സ് കൊണ്ട് ഈ മെറ്റീരിയൽസിൽ ഉണ്ടാകുന്ന മെമ്പർ ഫോഴ്സസ് എങ്ങനെയാണ് എന്നൊക്കെയാണ് പഠിച്ചത്. ഇപ്പോൾ ടെൻഷൻ, കംപ്രഷനൊക്കെ പഠിച്ചു അവിടെ. പക്ഷേ മൂന്നാമത്തെ പാർട്ടിൽ ഈ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്, ഈ ഫോഴ്സ് കൊണ്ട് ഈ മെറ്റീരിയൽസിൽ ഇന്റേണലി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇന്റേണലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്ട്രെസ്സസ് എന്തൊക്കെയാണ്, ഈ ഫോഴ്സ് കൊണ്ട് ഈ മെറ്റീരിയൽസ് ഉണ്ടാവുന്ന ഡീഫോർമേഷൻ എങ്ങനെയാണ്, ഡിഫ്ലക്ഷൻ എങ്ങനെയാണ്, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ മെറ്റീരിയൽസിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എത്ര ഡയമെൻഷൻ ഉണ്ടായിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് മൂന്നാമത്തെ പാർട്ടിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ലൈഡിൽ ഇതിൻ്റെ ഡിഫറെൻ്റ് പേരുകൾ നമ്മൾ പഠിക്കുന്നത്, നമുക്ക് ഉപയോഗിക്കുന്ന പേരാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. പൊതുവേ മെക്കാനിക്കൽ എഞ്ചിനീയർമാർ ഉപയോഗിക്കുന്ന പേരാണ് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ്. പിന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയാറുണ്ട്, മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ബേസിക് അസംഷൻ എന്ന് പറയുന്നത് റിജിഡ് ബോഡി എന്നൊരു കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്ന. റിജിഡ് ബോഡിയാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, ഡിഫോർമേഷൻ സംഭവിക്കുന്നില്ല എന്നൊരു കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ എന്നൊരു അസംഷൻ്റെ ബേസിലാണ് അവിടെ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. അതിനുശേഷമാണ് ആ മെറ്റീരിയൽസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുന്നത്. മെറ്റീരിയൽസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീഫോർമേഷൻ എന്തൊക്കെയായിരിക്കാം എന്നതാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡി എന്നൊരു പേരും അതിന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡീഫോമബിൾ ബോഡീസ് തന്നെ ലിക്വിഡ് ഉണ്ടാവാം, സോളിഡ് ആവാം. സോളിഡിനെ പറ്റി പഠിക്കുന്നതാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഇതേ സാധനം തന്നെ ഫ്ലൂയിഡ്സ് ആവാം, ലിക്വിഡ്സ് ആവാം. അതിന് പറയുന്ന പേരാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. നിങ്ങൾക്ക് അടുത്തൊരു പേപ്പർ അതാണ്. നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. അതിൽ പഠിക്കുന്നത് ഈ ഫോഴ്സുകളെല്ലാം ഒരു ലിക്വിഡിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ അതിനെ ബാധിക്കുന്നു എന്നതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്നത്. പടി കിട്ടിയല്ലോ. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ പാർട്ട് തന്നെയാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ മെയിൻലി നിങ്ങളിപ്പോൾ ഓൾറെഡി പഠിച്ചത് റിജിഡ് ബോഡീസിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുന്ന മെമ്പർ ഫോഴ്സസും അതിലെ റിയാക്ഷനും കണ്ടു. അതിൽ ഡൈനാമിക്കും വരാം. അതിനുശേഷം ഈ ഫോഴ്സുകൾ
ഈ മെറ്റീരിയൽസിൽ എത്രത്തോളം ഇന്റേണലി എന്തൊക്കെ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു, എന്തൊക്കെ ഡീഫോർമേഷൻ ഉണ്ടാക്കുന്നു എന്നതാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കുന്നത്. ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ രണ്ട് പാർട്ടാണ്. ഒന്ന് സോളിഡ് ആവാം, ഒന്ന് ഫ്ലൂയിഡ് ആവാം. സോളിഡിന്റെ കേസാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിക്കുന്നത്. ഫ്ലൂയിഡിന്റെ കേസാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബ്രിഡ്ജിനെ നോക്കാം. ഈ ഒരു ബ്രിഡ്ജിൽ നമുക്കിവിടെ കാണാം, ബ്രിഡ്ജിനെ ഹാങ് ചെയ്തിരിക്കുന്നത് കുറേ മെറ്റീരിയൽസ്, കുറേ ലിങ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെയിൻ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ മെമ്പറിനെ ടെൻഷൻ മെമ്പർ എന്ന് പറയും. അപ്പോൾ ഈ ബ്രിഡ്ജിനെ ഇവിടെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രിങ്സ് ആണ്. അപ്പോൾ ഈ ബീം ഈ സ്ട്രിങ്ങിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രിങ്സിലെല്ലാം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീൽ ബാറിൽ ടെൻഷൻ ആക്ട് ചെയ്യുന്നു അല്ലേ? ബീമിൽ വെഹിക്കിൾ ഓടുന്ന സമയത്ത് അത് ടെൻഷനായിട്ട് ആക്ട് ചെയ്യുന്നു. അതേ സമയത്ത് ഈ ഫിഗർ നോക്കാം. ഇവിടെ ഇത്രയും സ്പാനിൽ വരുന്ന ലോഡിനെ ഈ തൂണിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കോളത്ത് പയർ എന്ന് പറയും, ഈ പയറിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ടൈപ്പ് ഓഫ് കോളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും. കാരണം ഇത് റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടാവും, മുകളിൽ നിന്ന് ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കോളത്തിലൊരു കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതേ സമയത്ത് ഇവിടെ ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്നത് താഴോട്ടാണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിവ് ബലം വരുന്നു, ദാറ്റ് ഈസ് ദ ടെൻസൈൽ ഫോഴ്സ്. ഇവിടെ ഒരു കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതാണ് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറലി ഉള്ള രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കേണ്ടത്, ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് എന്നല്ല എനി കോമ്പണന്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് നോക്കാം. നമുക്ക് ഈ ഒരു പാലം ശ്രദ്ധിക്കാം. ഇവിടെ ഇത്രയും സ്പാനിൽ വെഹിക്കിൾസിന്റെ ലോഡ് ഉണ്ടാവുമല്ലോ, അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. വെഹിക്കിൾ ഒരു സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പാക്റ്റ് ലോഡിങ് ഉണ്ടാവും. കാരണം വെഹിക്കിൾ സ്പീഡിൽ മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ടയർ റോഡിലൊരു ഫ്രിക്ഷൻ കൊടുക്കുന്നുണ്ടാവും. അത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ലൈവ് ലോഡായി മാറി. ഡെഡ് ലോഡും ലൈവ് ലോഡും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഡെഡ് ലോഡ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ബീമിന്റെ സ്വന്തം വെയിറ്റ് ആണ്, അത് ഡെഡാണ്, അവിടെ മൂവ് ചെയ്യുന്നില്ല. അതേ സമയത്ത് ലൈവ് ലോഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്ന സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഇമ്പാക്റ്റും കൂടും, കൂടുതൽ കുലുക്കം ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു കേസിലേക്ക് വരുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടാതെ ഇമ്പാക്റ്റ് ലോഡ് വന്നു, ഒരു വൈബ്രേഷൻ ഉണ്ടാവാം, വൈബ്രേറ്ററി ലോഡ് വരും. പിന്നെ ഈ പാലത്തിലൊക്കെ കാറ്റിന്റെ എഫക്റ്റ് ഉണ്ടാവും. ഇത്രയും വലിയ ഹ്യൂജ് സ്ട്രക്ചറാണ്, അപ്പോൾ വിൻഡ് എഫക്റ്റ് വരും, വിൻഡ് ലോഡ് വരും, അതതിൽ വരും. പിന്നെ ഈ കോളത്തിന് നോക്കാം. ഇവിടെ ആയാലും കോളം സപ്പോർട്ട് വെള്ളത്തിലാണുള്ളത്. ഇപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ നമുക്കറിയാം ഇപ്പം ശക്തിയിലാണ് വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ അത്രയും വാട്ടറിന്റെ ഒരു പ്രഷർ വരും. അപ്പോൾ ഇങ്ങനെ ഒരു നാച്ചുറലി ഒരു ഓപ്പൺ ആയ ഒരു സ്ഥലത്ത് നമ്മൾ സ്ട്രക്ചർ, സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമ്മളുണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ഓപ്പൺ ടു എയർ ആണ്. അപ്പോൾ അവിടെ ഇതുപോലുള്ള പല പല ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ ഫെയിൽ ആവാൻ പാടില്ല, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമുക്കറിയണം. ആ ഫോഴ്സ് കൊണ്ട് ഇതിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്കറിയണം. അങ്ങനെയുള്ളൊരു സ്റ്റഡിയാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മീറ്റർ ഫോർ ലെങ്ത്, കിലോഗ്രാം ഫോർ മാസ്, സെക്കൻഡ് ഫോർ ടൈം. സെക്കൻഡ് എന്നുള്ള എസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ശ്രദ്ധിക്കുക. പലപ്പോഴും പല സ്ഥലങ്ങളിലും SEC എഴുതി വെക്കാറുണ്ട്, പക്ഷേ സെക്കൻഡ്സിന് എസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, SEC ഉപയോഗിക്കാറില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. മീറ്റർ, കിലോഗ്രാം ഫോർ മാസ് ആണ്, വെയിറ്റ് അല്ല. എന്താ വെയിറ്റ് എന്നുള്ള വ്യത്യാസം മനസ്സിലായോ? അറിയാലോ. കിലോഗ്രാം ഇൻറ്റു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി ആഡ് ചെയ്യുമ്പോഴാണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അത് വെയിറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നിന്ന് ഡിറൈവ് ചെയ്ത യൂണിറ്റ്സ്, ദാറ്റ് ഈസ് ദ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. സോ ഏരിയയ്ക്ക് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇത് രണ്ടും നീളത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പം മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ, അതാണ് ഏരിയയുടെ യൂണിറ്റ്.
ഇനി വെലോസിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് നമുക്കറിയാം. ആക്സലേഷൻ ഇറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫോഴ്സ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, കിലോഗ്രാം ഇൻറ്റു ആക്സലേഷൻ, ദാറ്റ് ഈസ് കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ആൻഡ് ദാറ്റ് ഈസ് ന്യൂട്ടൺ. സോ ദീസ് ആർ ദ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇനി എങ്ങനെയാണ് ഇന്റേണൽ ഫോഴ്സസ് ഉണ്ടാവുന്നത്? നിങ്ങൾ എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ എല്ലാം സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, മെക്കാനിക്സിൽ പഠിച്ചു. ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു, അത് റിയാക്ഷൻ ഉണ്ടാവുന്നു ഒക്കെ പഠിച്ചു. സപ്പോസ് വി ആർ കട്ടിങ് ദിസ് മെറ്റീരിയൽ ടു ദിസ് പോയിന്റ്. അപ്പോൾ രണ്ട് പീസായിട്ട് മാറി, ഇങ്ങനെ ഒരു പീസ്, ഇങ്ങനെ ഒരു പീസ്. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഇന്റേണലി അതിന് കുറേ ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഈ ഫോഴ്സിലും കാണാം. അപ്പോൾ ഈ ഒരു സിംഗിൾ എൻറ്റിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്താ ഇക്വിലിബ്രിയം? ഏതൊരു ബോഡിയും ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത്, അത് സ്റ്റാറ്റിക് ആവാം അല്ലെങ്കിൽ ഡൈനാമിക് ആവാം, ആ ഒരു മോഷനിൽ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് റീമെയിൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ നമ്മൾ മെക്കാനിക്സിൽ ഡിഫറെൻറ്റ് ഫോഴ്സസ് കണ്ടുപിടിക്കുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? സിഗ്മ എഫ് ഈക്വൽ ടു 0, സിഗ്മ വി ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0, ഈ 3 ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്, ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ അൺനോൺ ഫോഴ്സസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ എക്സ്റ്റേണൽ ഫോഴ്സും ഈ ഇന്റേണൽ ഫോഴ്സും ഇക്വിലിബ്രിയത്തിലാവണം. അല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ ഇന്റേണലി ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഇത് ഇക്വിലിബ്രിയത്തിലാവുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഇന്റേണൽ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് ഫ്രീ ബോഡി ഡയഗ്രമാണ്. ഇത് മെക്കാനിക്സ് പഠിച്ച കാര്യം തന്നെയല്ലേ. ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത് എന്തായിരുന്നു? മേക്കിംഗ് ദ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫ്രീ ഫ്രം ദ സപ്പോർട്ട് കണ്ടീഷൻസ് ആൻഡ് ഷോയിങ് ഓൾ ദ ഫോഴ്സസ് ആൻഡ് റിയാക്ഷൻസ് അല്ലേ. ഇവിടെ ഈ സപ്പോർട്ട് കണ്ടീഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് അവിടെ അതിന് പകരം റിയാക്ഷൻസ് കാണിച്ചു കൊണ്ടുള്ള ഒരു ഫിഗർ വരയ്ക്കാം. ദാറ്റ് ഈസ് ദ ഫ്രീ ബോഡി ഡയഗ്രം. അപ്പോൾ ഇതിൽ നമുക്കൊരു സെക്ഷൻ കാണിക്കണമെങ്കിൽ ഒരു സെക്ഷൻ എടുത്തു, ആ സെക്ഷൻ വരുമ്പോൾ ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണം. അപ്പോൾ അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റേണൽ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്തിരിക്കണം. അങ്ങനെ ഇന്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സസ്, റിയാക്ഷൻസ് ഇത് മാത്രം കാണിക്കുന്ന വിത്തൗട്ട് സപ്പോർട്ട് കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് ഒരു ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഇവിടെ രണ്ട് സപ്പോർട്ടാണുള്ളത്, ഈ സപ്പോർട്ടും ഈ ഒരു സപ്പോർട്ടും. അതിൽ വരാവുന്ന ഫോഴ്സസിനെ, റിയാക്ഷൻസിനെ മാത്രം കാണിച്ചുകൊണ്ട് സപ്പോർട്ട് കണ്ടീഷൻ ഒഴിവാക്കിയിട്ട് റിയാക്ഷൻസ് മാത്രം കാണിക്കണം. ദാറ്റ് ഈസ് ദ ഫ്രീ ബോഡി ഡയഗ്രം വിത്ത് ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ്. ഇത് ഡിഫറെൻറ്റ് ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് കാണാം. ഒരു ബോൾ മാത്രമാണെങ്കിൽ എങ്ങനെയാണ് റിയാക്ഷൻ, ഇവിടെ റിയാക്ഷൻ മാത്രം വെയിറ്റ് വരുന്നുണ്ട്. ദെൻ ദിസ് ഇസ് അനദർ തിങ് ഹൗ ദ ഫോഴ്സസ് ആൻഡ് റിയാക്ഷൻ ആർ ആക്ടിങ് ഹിയർ ആൻഡ് ദിസ് അനദർ ഫ്രീ ബോഡി ഡയഗ്രം. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇനി വേറൊരു കാര്യം റിവൈസ് ചെയ്യേണ്ടത് ന്യൂട്ടൺസ് ഡിഫറെൻറ്റ് ലോസ് ആണ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അല്ലേ. ഫസ്റ്റ് ലോ എന്തായിരുന്നു പറയുന്നത്? where body continues its state of rest or motion until it is disturbed by a force. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ് കിട്ടി. എന്തായിരിക്കും ഡെഫിനിഷൻ? അപ്പോൾ തിരിച്ച് പറയുകയാണെങ്കിൽ ഫോഴ്സ് ഇസ് ദാറ്റ് വൺ വിച്ച് ഇസ് ചേഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ചേഞ്ച് ഓഫ് യൂണിഫോം മോഷൻ, സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. സോ ഡെഫിനിഷൻ ഓഫ് ദ ഫോഴ്സ് കിട്ടി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? അവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സാണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the acceleration due to gravity and mass എന്ന് പറഞ്ഞു. So we will be getting an equation for F equal to ma എന്നൊരു equation കിട്ടും, and that is given by the second law. Third law എന്ന് പറയുന്നു, for every action there is an equal and opposite reaction. So these are the three Newton's laws. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തമായിട്ടൊരു ആംഗിൾ ചിന്തിക്കേണ്ടത്, ഒന്നാമത്തെ ലോയിൽ it gives a definition for force, രണ്ടാമത്തെ ലോയിൽ an equation for force is obtained. Next is equilibrium, another term ആണ്. Equilibrium means body remains at the state of rest or uniform motion. Then another term, couple, two equal and opposite parallel forces acting at some distance. അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കുന്നു റൊട്ടേഷൻ ഉണ്ടാവുന്നു അല്ലേ, ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് ദ മൊമെന്റ് ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത്. Then centroid നിങ്ങൾക്കറിയാം, സെന്റർ ഓഫ് ഗ്രാവിറ്റി. Centroid എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പോയിന്റ് where the entire area is supposed to be concentrated. അതേ സമയത്ത് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് വെയർ ദ എൻ്റയർ മാസ് ഓഫ് ദ സബ്ജക്റ്റ് ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ്.
ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ ആയിരിക്കും എല്ലാ ഫോഴ്സസും ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് വിൽ ബി ത്രൂ ദിസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ദെൻ സെൻട്രോയിഡ് കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ഒന്ന് പണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെ. y bar is equal to integral y dA by a. ഓരോ ചെറിയ ഏരിയ എടുക്കുന്നു, റെഫറൻസ് ലൈൻ എടുക്കുന്നു, ആ റെഫറൻസ് ലൈനിൽ ആ ചെറിയ ഏരിയയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു ദാറ്റ് ഏരിയ, അതിൻ്റെ സമ്മേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. സോ രണ്ട് ഡയറക്ഷനിൽ നമുക്ക് എക്സ് ബാറും വൈ ബാറും കിട്ടും. ഇതൊരു എക്സാമ്പിൾ. ഇവിടെ നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് ഒരു ഏരിയ എങ്കിൽ ദിസ് ഈസ് A1. ഈ റെഫറൻസ് ലൈൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ A1ലെ സെൻട്രോയിഡിലേക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് y1 ബാർ. ഇനി ഈ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് A2. അതിൻ്റെ സെൻട്രോയിഡിലേക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് y2 ബാർ. Then this is the area 3. അതിൻ്റെ സെൻട്രോയിഡിലേക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് y3 ബാർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ y bar will be y1 bar into A1 plus y2 bar into A2 plus y3 bar into A3 all divided by total A. അപ്പോൾ നമുക്ക് y bar കിട്ടും. ഇതേപോലെ ലെഫ്റ്റ് റെഫറൻസ് പോയിന്റ് കൊടുത്താൽ അവിടെ നിന്നുള്ള എക്സ് ബാർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും അല്ലേ. ഇവിടെ അബൌട്ട് ദിസ് വൈ ആക്സിസ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ അത് സിമെട്രിക്കൽ, രണ്ട് സൈഡിൽ ഒരുപോലെയാണ്. സോ അതിൻ്റെ സെൻട്രോയിഡ് വിൽ ബി അറ്റ് ദ സെൻറ്റർ പോയിന്റ്. ആൻഡ് ദ ലാസ്റ്റ് ടേം ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ഡിഫൈൻഡ് ആസ് ദ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ അല്ലേ. എന്താണ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയാനുള്ള കാരണം? നമുക്കറിയാം മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് ഓഫ് ഏരിയ, മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഏരിയ എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരിക്കും. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. സോ വിൽ ബി ഗെറ്റിംഗ് ഏരിയ ഇൻറ്റു എക്സ് സ്ക്വയർ കിട്ടും. സോ ദാറ്റ് ഈസ് ഗിവൺ ഹിയർ, ദിസ് ഏരിയ ആൻഡ് ഡെപ്ത് സ്ക്വയർ. So moment of inertia is a geometrical property and that is equal to second moment of area and that is equal to area into x square. അപ്പോൾ കുറേ ഫിഗർ ഉണ്ടെങ്കിൽ ഓരോ ഫിഗറിൻ്റെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ കണ്ടുപിടിക്കുന്നു. സോ വിൽ ബി ഗെറ്റ് ദ സമ്മേഷൻ IXX. ഇത് രണ്ട് ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആൻഡ് ദാറ്റ് ഈസ് IYY. ഇനി നമുക്കൊരു XYZ ഡയറക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ x ആക്സിൽ IXXും y ആക്സിൽ IYY ഉണ്ടാവും. പെർപെൻഡിക്കുലർ ആക്സിസിൽ വിൽ ബി ഗെറ്റിംഗ് IZZ. And that perpendicular axis ulla moment of inertia is known as polar moment of inertia. And that equation is IZZ is equal to IXX plus IYY. Okay. So this is the polar moment of inertia. ഇനി ഇതിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഉള്ളത് ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യയിൽ വരുന്ന റൂൾസ് ആണ് അല്ലെങ്കിൽ തിയറംസ് ആണ്. പാരലാക്സ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉണ്ട് അല്ലേ. പാരലാക്സ് തിയറത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഏതെങ്കിലും ഒരു ബേസ് ലൈനിൻ്റെ ബേസിൽ നമുക്ക് മൊമെന്റ് എടുക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എനി ബേസ് ലൈൻ ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ് പ്ലസ് ഏരിയ ഇൻറ്റു distance to that centroid from the baseline, അതിൻ്റെ square of the distance to the baseline from the centroid. So equation എന്തായിരിക്കും? IAB equal to moment of inertia about any line is equal to അതിൻ്റെ centroidal moment of inertia plus area into x bar square. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. And this is parallax theorem and this is perpendicular axis theorem. അപ്പോൾ ഈ രണ്ട് തിയറങ്ങളൊക്കെ ഇതൊക്കെ മെക്കാനിക്സ് പഠിച്ചതാണ്. സോ എനിവേ ആ ഒരു പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി ടോപ്പിക്സിലേക്ക് പോകാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു അസൈൻമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കാം.